സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത നികുതി വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഏകോപന സമിതി സിന്ദാബാദ്. നാലും അഞ്ചും ഇരട്ടിയാക്കി വാണം പോലെ കുത്തനെ കൂട്ടി തൊഴിൽ വാങ്ങും അതേ നികുതിയെ. ഏകോപന സമിതി സിന്ദാബാദ്. പഞ്ചായത്ത് ധർണ സിന്ദാബാദ്. ധർണ സമരം സിന്ദാബാദ്. സമരം യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഷെയ്ഖ് ചിന്നാവ ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രതിസന്ധിയിലാണെന്ന് ഞങ്ങൾ 3-4 വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ആലത്തൂർ ടൗണിൻ്റെ അകത്ത് ഏകദേശം 30-ൽ പരം പെട്ടിവണ്ടികൾ ഒരു ദിവസം വന്നു പോകുന്നുണ്ട്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം, 1 രൂപ പോലും പഞ്ചായത്തിന് ഒരു തരത്തിലും നികുതി ലഭിക്കാതെ ഈ ആലത്തൂർ ടൗണിന്റെ പരിസരത്തിൽ നിന്ന് ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരന്റെ കടയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അവർ സുഖമായി കാശുണ്ടാക്കി പോകുന്നുണ്ട്. ചോദിച്ചാൽ പറയും അവർ ഉടുത്തിരിക്കുന്ന ലുങ്കി കാണിച്ചു തരും നമുക്ക്. ആ ഈ പാവങ്ങൾ അവർ ദരിദ്രരാണ്. ഇവരെല്ലാം സാമ്പത്തിക സ്വാസ്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അവർ താമസിക്കുന്ന വീട് പോയി കണ്ടാൽ അറിയാം അവരുടെ അവസ്ഥ എങ്ങനെയുണ്ട്. അതിനേക്കാൾ പരിതാപകരമാണ് വാടകയ്ക്ക് കച്ചവടം നടത്തുന്ന വ്യാപാരികളുടെ അവസ്ഥ. ലക്ഷക്കണക്കിന് രൂപ അഡ്വാൻസ് നൽകണം, 10,000-കണക്കിന് രൂപ വാടക നൽകണം. അതേപോലെ ഗവൺമെന്റ് അനുശാസിക്കുന്ന എല്ലാ ലൈസൻസും എടുത്ത് കച്ചവടം ചെയ്തു. ഒരു ദിവസം ലേബർ ലൈസൻസ് തെറ്റിയാൽ 5,000 രൂപയാണ് ഫൈൻ. ഒരു ഹെൽത്ത് കാർഡ് ഉണ്ടാക്കാൻ ഒരു കച്ചവടക്കാരൻ 1,800 രൂപയാണ്. ജനറൽ സെക്രട്ടറി ബാബു രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ AFU ഹക്കീം, നാസർ മുബി, ഉസ്നാർ എരുമയൂർ, മുൻ യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ ബി ആലത്തൂർ എന്നിവർ പ്രസംഗിച്ചു. ട്രഷറർ KM റഫീഖ് നന്ദി പറഞ്ഞു. തുടർന്ന് വ്യാപാരികൾ വിവിധ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള നിവേദനം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകി.